ആർച്ചിന്റെ ബാക്കിൽ അവർക്ക് വണ്ടി നിർത്ത് ഈ 50 മീറ്റർ ചുറ്റളവ് വണ്ടി നിർത്താൻ ആളെടുക്കാനും പാടില്ല, കയറാനും പാടില്ല. കാര്യം കൺജസ്റ്റഡാണ്, അപകടങ്ങൾ ഓടിച്ചിരിക്കുകയാണ്. ഒരുപാട് അപകടങ്ങൾ ആയിക്കഴിഞ്ഞു. പൊതുജനത്തിന്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഇത് മാറിയിരിക്കണം. അതിനെതിരെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ് തടഞ്ഞിരിക്കുന്നത്. ഇല്ല, അതിനൊരു തീരുമാനമാവണം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ വന്നിട്ട് കറക്കി പിടിക്കുക എന്ന് വെച്ചാൽ ഇവിടെ വന്ന ഹാൾട്ടൊന്നുമില്ല. ഇവിടെ വരുന്നു, തിരിച്ചപ്പഴം എടുത്തുകൊണ്ട് പോകും ഈ വണ്ടി. അപ്പൊ ആ സമയത്ത് ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടുത്തെ സമയം പോകും. അപ്പൊ ആ സമയത്ത് കൊണ്ട് അങ്ങോട്ട് പോണ വണ്ടിക്ക് എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ ഇല്ല. ഒരു കാര്യമില്ല, നമ്മൾ 9 മണിയായിട്ട് ഇവിടെ നിൽക്കുകയാണ്. എത്ര വണ്ടി ഇവിടെ സ്റ്റാൻഡിൽ കയറാതെ പോയെന്ന് നമുക്കറിയാം. എത്ര വണ്ടി ഇവിടെ നിന്ന് എല്ലാ വീടുകളിലും എല്ലാ വീടും ഉണ്ട്. അപ്പോൾ ഒരെണ്ണേ മാത്രമല്ല, ഇത് കേരളം ഒരു വണ്ടിക്ക് മാത്രമല്ല, എല്ലാ വണ്ടിക്കും ഇത് പൊതുജന സമരമാണ്. അതുകൊണ്ട് ഒരു തീരുമാനമാവട്ടെ. രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞാൽ കേൾക്കൂല, ആർടിഒ പറഞ്ഞാൽ കേൾക്കൂല, പോലീസ് പറഞ്ഞാൽ കേൾക്കൂല, ഇത് ആരും പറഞ്ഞാൽ കേൾക്കൂല. ഇവരിവരുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാനുള്ളതാണ് ഇവിടുത്തെ നിയമസംഹിതകൾ. സ്വകാര്യ ബസ്സുകൾ വർക്കല മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനുള്ളിൽ കയറാത്തതിൽ പ്രതിഷേധിച്ച് നഗരസഭാ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ ബസ് തടഞ്ഞ് പ്രതിഷേധമറിയിച്ചു. പ്രതിഷേധമൊടുവിൽ ബസ് ജീവനക്കാരും കൗൺസിലർമാരും തമ്മിലുള്ള വാക്കേറ്റത്തിലാണ് കലാശിച്ചത്. വർക്കല പോലീസ് സംഭവത്തെ തുടർന്ന് സ്ഥലത്തെത്തുകയും ബസ് സ്റ്റാൻഡിന് പുറത്ത് ബസ് കാത്തുനിന്ന യാത്രക്കാരെ ബസ് സ്റ്റാൻഡിനുള്ളിലേക്ക് മടക്കി അയക്കുകയും അവിടെ നിന്നും ബസ്സിൽ കയറാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. വർക്കലയിൽ സ്വകാര്യ ബസ്സുകൾ വർഷങ്ങളായി ബസ് സ്റ്റാൻഡിനുള്ളിൽ പ്രവേശിക്കാറില്ല. നിരവധി തവണ പോലീസും മോട്ടോർ വാഹന വകുപ്പും ബസ് ജീവനക്കാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടും അത് പാലിക്കാൻ സ്വകാര്യ ബസ് ജീവനക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. പല സ്ഥലങ്ങളിൽ നിന്നും വർക്കല റെയിൽവേ സ്റ്റേഷൻ മുന്നിലുള്ള ബസ് സ്റ്റാൻഡിന് മുന്നിൽ ബസ് അപകടകരമായ രീതിയിൽ തിരിക്കുകയും വാഹന ഗതാഗത തടസ്സമുണ്ടാക്കുകയും ചെയ്യുന്നത് പതിവ് കാഴ്ചയാണ്. സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് പോലീസ് സംഘം സ്ഥലത്തെത്തിയത്. MVD ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി സമരക്കാരും ബസ് ജീവനക്കാരുമായി ചർച്ച നടത്തിയിരുന്നു. ബസ് സ്റ്റാൻഡ് കവാടത്തിനകത്ത് ബസ്സുകൾ നിർത്തി യാത്രക്കാരെ കയറ്റാം എന്നുള്ള ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഈ വിഷയം ഏറെ നാളായി നിലനിൽക്കുന്നതാണെന്നും നഗരസഭാ ചെയർമാനോ പോലീസിനോ നാളിതുവരെയായിട്ടും ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും BJP കൗൺസിലറായ വിജി പ്രതിഷേധത്തിനിടയിൽ പറഞ്ഞു. BJP കൗൺസിലറും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ അഡ്വക്കേറ്റ് അനിൽകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. വിസ്മയ ന്യൂസ് വർക്കല.